വേഗം വരണേ. അത് പിന്നെ പറയാനുണ്ടോ? അല്ലേ? വാട്ട്സ് ഹിസ് കണ്ടീഷൻ? ഒന്നും പറയാറായിട്ടില്ല. ലെറ്റ് us hope for the best. He is okay now. ബുദ്ധിശക്തിക്കോ സംസാരശേഷിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. നോർമൽ ഫുഡൊക്കെ കഴിക്കാം. പക്ഷേ റൈറ്റ് ഫ്രം ഹിസ് ലോവർ നെക്ക് ടു ഹിസ് പെൽവിക് ബോൺ വെർട്ടിബ്രേ കംപ്ലീറ്റ് ആയിട്ട് സ്മാഷ് ആയിപ്പോയി. അത് റിപ്പയർ ചെയ്യാൻ ഇന്നുള്ള മെഡിക്കൽ സയൻസിന് കഴിയില്ല. യു ക്യാൻ ടേക്ക് ഹിം ബാക്ക് ഹോം.
രാധേ, ഇവിടെ വന്നിരിക്കും. ഞാനിന്നൊരു ചലനശേഷി നശിച്ച മാംസപിണ്ഡം മാത്രമാണ്. സ്വയം മരിക്കാൻ പോലും എനിക്ക് കഴിയില്ല. നിനക്കെന്നെ മരിക്കാൻ സഹായിക്കാമോ? എന്റെ പൊന്നല്ലേ, എന്നോട് ഇങ്ങനൊന്നും പറയരുത്. എങ്കിൽ മറ്റൊന്നും ചെയ്യാമോ? എന്റെ മനസ്സമാധാനത്തിനും നിന്റെ നന്മയ്ക്കും വേണ്ടിയാണ്. പറയൂ. നീ വീട്ടിലേക്ക് പോയിക്കോളൂ. നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് കഴിയില്ല. കഴിവുള്ള മറ്റൊരാളെ കണ്ടെത്താൻ എളുപ്പമാണ്. ഇല്ല സുഖേട്ട, ഞാൻ എങ്ങും പോവില്ല. പണ്ടൊക്കെ എനിക്ക് ആദ്യം മരിക്കണമെന്നായിരുന്നു. എന്റെ സുഖേട്ടന് മടിയിൽ തലവെച്ച് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇപ്പോഴങ്ങനല്ല. എന്റെ ചേട്ടൻ മരിച്ചിട്ടേ ഞാൻ മരിക്കും. ഇവളോട് ഇനി എങ്ങനെ പറഞ്ഞാലാ മനസ്സിലാവുക? ചേട്ടൻ ഒന്ന് പറഞ്ഞേ. മോളെ രാധേ, അമ്മാവ, ഞാൻ അമ്മാവന്റെ മകളല്ലേ. ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോൾ അമ്മാവൻ എന്നോട് പറയരുത്. രാധേ, അതെ അങ്കിൾ. ഒരാൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ. പുനർജന്മത്തിൽ എനിക്ക് വിശ്വാസമില്ല. ആ ജീവിതം ജീവിക്കുവാനുള്ളതാണ്, പാഴാക്കാനുള്ളതല്ല. എല്ലാവരും ചേർന്ന് എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ ഞാൻ എവിടെയെങ്കിലും പോയി മരിക്കും. അച്ഛാ, ഞാൻ വരില്ല. എന്റെ സുഖേട്ടനെ വിട്ടിട്ട് ഞാൻ വരില്ല. ചേട്ടത്തി, സുനിതേ, ഞാൻ ഈ വീട്ടിൽ എന്റെ സുഖേട്ടനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഒരു വേലക്കാരിയായി കഴിഞ്ഞോളാം. നിങ്ങൾക്കാർക്കും ഒരു ഉപദ്രവം ചെയ്യില്ല. ചേട്ടത്തി. മോളെ, അമ്മ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. പക്ഷെ നീ ഒരിക്കൽ പശ്ചാത്തപിക്കും. അന്നെന്റെ മോള് ഇന്നമ്മ പറഞ്ഞത് ഓർക്കും. ശ്രുതി ന്യൂയോർക്കൊന്നും വിളിച്ചിരുന്നു. എന്ത് പറയുന്നവൻ? സുഖമായി എത്തി. അവനാകെ അപ്സെറ്റ് ആണത്രേ. എന്തിനാണ് അപ്സെറ്റ് ആവുന്നത്? ഹോം സിക്ക് ആണെന്ന്. അവനെന്താ കൊച്ചുകുട്ടിയാണോ ഹോം സിക്ക് ആവാൻ? അച്ഛനെന്താ ഈയിടെ പട്ടാളത്തിലെ കഥകളൊന്നും പറയാത്തത്? ഓ, അതൊക്കെ എത്രയോ തവണ പറഞ്ഞ് സ്റ്റേയിലായില്ലേ. അനേകം പേരെ അച്ഛൻ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അല്ലേ? പിന്നെ യുദ്ധമല്ലേ, കൊല്ലാതിരിക്കാൻ പറ്റുമോ? അച്ഛൻ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഒരിക്കൽ, യുദ്ധകാലത്തിൽ വെച്ച്. അതും എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ എന്റെ സുഹൃത്തിനെ. സുഹൃത്തിനെയോ? അതെന്തിനാ വെച്ചാ? ഞാനന്ന് മിലിറ്ററിയിൽ വെറും ക്യാപ്റ്റനായിരുന്നു. തോമസ് മാത്യു മേജറും. ഞങ്ങൾ ഉറ്റ മിത്രങ്ങളായിരുന്നു. കൊടും തണുപ്പുള്ള രാത്രി ഞങ്ങളുടെ യൂണിറ്റ് മലയടിവാരത്തിൽ ടെന്റടിച്ച് ഓമനുള്ള അവസരവും കാത്തു കിടക്കുമ്പോൾ നനച്ചിരിക്കാതെ ശത്രുപക്ഷത്തു നിന്നുള്ള അറ്റാക്ക്. തോമസ് മാത്യുവിന് വെടിയേറ്റു. ഒന്നല്ല,
2 കാലിലും വയറ്റത്തും. യൂണിറ്റ് മൂവ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തു. ചോര ഒലിപ്പിച്ച് കിടന്നു പിടയുന്ന സുഹൃത്തിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. നിൽക്കാനും പോകാനും വയ്യാത്ത സ്ഥിതി. അവസാനം ഞാൻ നടന്നു. Shoot me, Rajshekar. Shoot me before you move. എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ദയനീയമായ അപേക്ഷ കേട്ട് ഞാൻ നിന്നു. പിന്നെ ഞാൻ അവന്റെ നെറ്റിയിലേക്ക് നിർവഹിച്ചു. വേദനാപൂർണവും ദയനീയവും ഒന്നിനും കൊള്ളാത്തതുമായ ജീവിതത്തെക്കാൾ നല്ലത് മരണമാണല്ലേ അച്ഛ? ഇൻ എ വേ യു ആർ റൈറ്റ്. എങ്കിൽ അച്ഛൻ എന്നെ ഒന്ന് കൊന്നു തരാമോ? മോനെ, ഡോണ്ട് ബി സിലി. എനിക്കിങ്ങനെ ജീവിക്കണ്ട. അച്ഛൻ എന്നെ ഒന്ന് മരിക്കാൻ സഹായിക്കാമോ? പ്ലീസ്. Always remember to forget the things that made you sad. But always remember not to forget the things that made you glad. എന്നാണ്. അതിരിക്കട്ടെ, ഇന്ന് നിന്റെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ. ആ തളർച്ചയുടെ കുറവ് നികത്താൻ ഞാനുണ്ട്, സുനിതയും രാധയുമുണ്ട്. ഒരു കാര്യം, മനസ്സ് മാത്രം തളരാതെ സൂക്ഷിക്കണം. ഒരു ദിവസം മനസ്സും തളർന്നു പോയാലോ അച്ഛ? അന്നല്ലേ അതിനെക്കുറിച്ച് അന്ന് ആലോചിച്ചാൽ മതി.